കായസേവം എന്ന് പറയുന്ന മഹാരസായനത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ശരിക്കും കായസേവം എന്നാൽ എന്ത്? കായസേവം ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഞങ്ങളുടെ ഫാർമസി ഡെവലപ്പ് ചെയ്തിരുന്നത് ലിറ്റർ കണക്കിനുള്ള 78 ലിറ്റർ ടു 86 ലിറ്റർ ആണ്. ആദ്യത്തെ 50 ദിവസം ഈ ലിറ്റർ കണക്കിനുള്ള മരുന്ന് കഴിച്ച് ഒരു പരുവാകും. അതിനുശേഷം ഈ ഒരു മെഡിസിനെ മോഡേൺ ആക്കി മാറ്റി. അതിനെ നമ്മൾ രസായന അല്ലെങ്കിൽ പൗഡർ ഫോമിലേക്ക് മാറ്റി. അതും ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ABC സിറ്റിംഗ്, അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്ന രീതിയിലാണ് മരുന്നുകൾ സേവിക്കേണ്ടത് ആദ്യത്തെ 50 ദിവസം. ഈ മരുന്ന് കഴിക്കുമ്പോൾ രാവിലെ A ബോട്ടിലിൽ നിന്നും നമ്മൾ 1 ടീസ്പൂൺ മരുന്നെടുത്ത് ചൂടാക്കി തണുപ്പിച്ച അല്ലെങ്കിൽ ചൂടാക്കി പകുതി തണുത്ത 3/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് ലയിപ്പിച്ച് ഡ്രിങ്ക് ആക്കും. ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷം B ബോട്ടിലിൽ നിന്ന് മരുന്നെടുത്തിട്ട് 1 ടീസ്പൂൺ ചൂടാക്കി തണുപ്പിച്ച വെള്ളത്തിൽ ലയിപ്പിച്ച് ഡ്രിങ്ക് ആക്കും. അത് 3/4 ഗ്ലാസ് ആണ്. അതേപോലെ തന്നെ വൈകുന്നേരത്തും ആഹാരത്തിന് ശേഷം കായസേവം C ബോട്ടിൽ കഴിക്കണം. അപ്പോൾ ഇതിൽ ഈ കാണുന്ന ബോട്ടിൽ A ബോട്ടിൽ കായസേവം, ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിലിപ്പോൾ തന്നെ ഇതിൽ സൂര്യൻ്റെ സിഗ്നേച്ചറൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ QR കോഡിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കും A ബോട്ടിൽ എന്ന്. B ബോട്ടിൽ ഇതാണ്. ഇതിൽ തന്നെ ഒരു സൂര്യൻ്റെ സിഗ്നേച്ചർ സെൻറ്റർ ഭാഗത്ത് വരും. അതേപോലെ തന്നെ ഇതിൽ ബാർകോഡിൻ്റെ മുകളിൽ കായസേവത്തിൻ്റെ B ബോട്ടിൽ എന്ന് കാണും. ഈ ബോട്ടിൽ C ആണ്. ഇത് മൂണിൻ്റെ ഒരു ചിത്രം ഉണ്ടാകും. ഈ പറയുന്ന ബാർകോഡിൻ്റെ മുകളിൽ C എന്ന് മെൻഷൻ ചെയ്തിരിക്കും. കായസേവം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് കായസേവത്തിൻ്റെ ബോട്ടിലുകളാണ് ഈ കാണിക്കുന്നത്. കായസേവം നമ്മൾ ശരിക്കും ഓരോ വർഷങ്ങളിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ